ഇന്ന് എൻ്റെ ഉണ്ണിക്കുട്ടന് ഭയങ്കര സ്ലോ മോർണിംഗാണ്. കാരണം എന്തെങ്കിലും സ്പീഡിൽ ചെയ്യാനുള്ള ആവതാവനവും ഇല്ല, എനിക്കും ഇല്ല. പിന്നെ ബെഡിൻ്റെ മെസ്സ് ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കണേ. കാരണം വേർ ദർ ഈസ് എ മെസ് ദർ ഈസ് എ ക്രിയേറ്റിവിറ്റി എന്നാണ് ഹേ. അപ്പോൾ നമ്മളൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഹേ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ കുഞ്ഞിനെ പോട്ടിപ്പാത്രത്തിൻ്റെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. കാരണം സാഗരങ്ങളൊന്നും വരരുതല്ലോ. അതിന് മുന്നേ എല്ലാം സെറ്റ് ചെയ്യന്നെ. ഞാൻ വളരെ എസ്തെറ്റിക്കായിട്ട് മറ്റേ വിൻഡോ ഒക്കെ തുറന്ന് കർട്ടനൊക്കെ മാറ്റി അങ്ങനെയുള്ള മോർണിംഗ്സൊക്കെ പ്രതീക്ഷിക്കണം. ഞാൻ അമ്മയായതിനു ശേഷം ചെന്നെത്തിപ്പെടുന്നത് രാവിലെ തന്നെ പോട്ടിപ്പാത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വയറിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ കാരണം വയറ്റിലോട്ട് എന്തെങ്കിലും പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബോട്ടിലിൽ പാലൊക്കെ ആക്കി അവനെ ഞാൻ സ്ട്രോളറിൽ സെറ്റാക്കി ഇരുത്തി ഞാനും ഷെയ്ഡും ഒക്കെ കൂടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. കാരണം വായി നോക്കിയിരിക്കാൻ വേറെ ഒരു പരിപാടിയില്ല. കാരണം വേറെ ഒന്നും ചെയ്യാനുള്ള ത്രാണിയില്ല. വായി നോക്കണതിന് എനർജി പോവില്ലല്ലോ. വേറെ ഒന്നും ചെയ്യാനുള്ള എനർജി ഇല്ല. അപ്പം ഞാനിങ്ങനെ മുടിയൊക്കെ നോക്കുകയാണ്. വളർന്നല്ലോ, വെട്ടണോ വെട്ടണ്ടേ, ഇനി വെട്ടാൻ കുറച്ച് കഴിയുമ്പോൾ വെട്ടണോ അതോ ഇന്ന് വെട്ടണോ നാളെ വെട്ടണോ എന്ന്. പിന്നെ ഫൈനൽ ഞാനൊരു ഡിസിഷനിലെത്തി. കാരണം വെട്ടുന്നില്ല. എൻ്റെ കുഞ്ഞിനോട് ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞു കൊടുക്കാണ്ട് ഉള്ളതില്ലാത്തവന് കൊടുക്കണമെന്ന്. എൻ്റെ കൊച്ചത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അവന് പനി വന്നു, എനിക്ക് പനിയില്ലായിരുന്നു. അത് കയ്യോടെ തന്നെ എനിക്ക് തന്നിട്ടുണ്ട്. പനി ചുമ കുര എല്ലാം തന്നിട്ടുണ്ട്. ഭയങ്കര അനുസരണയുള്ളൊരു കൊച്ചാണ് എൻ്റെ കൊച്ച്. അപ്പം നമ്മളിങ്ങനെ പുറത്തൊക്കെ നോക്കിയിരിക്കുകയാണ്. ഷെയ്ഡും പുറത്തൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ബോറടിച്ച് അവനിങ്ങനെ കുത്തിയിരിക്കുകയാണ്. ചെറുതിങ്ങനെ ബോട്ടിലൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉറക്കപ്പിച്ചില്ല. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ തലമുടിയിൽ ഞാനൊരു ഗോപുരം പണിതായിരുന്നു. നല്ല രസമില്ലേ കാണാൻ. അതൊക്കെ കഴിഞ്ഞ് അച്ചാച്ചൻ വന്നു. അച്ചാച്ചൻ വന്നാൽ പിന്നെ ഇങ്ങനത്തുള്ള കോപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് രാത്രി, കാരണം വേറൊരു പരിപാടി ഇല്ലാത്ത കാരണം അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ റോട്ടിൽ നെറ്റൊക്കെ കെട്ടി വോളിബോൾ കളിക്കാമെന്ന് വിചാരിച്ചു. പനിയുള്ള ആളാണ് ഞാൻ. അവിടെ വോളിബോൾ കളിയൊന്നുമല്ല ശരിക്കും നടന്നത്. അവിടെ നടന്നത് ഊക്കലും ആക്കലും ചിരിയും കളിയും ഒക്കെ തന്നെയാണ് അവിടെ നടന്നത്. പിന്നെ റോട്ടിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടികളൊക്കെ പോകണ്ടായി. അപ്പം ഞങ്ങളിങ്ങനെ വണ്ടിക്കാരെ ബ്ലസ് ചെയ്യുന്ന പോലെ നെറ്റ് അങ്ങ് പൊക്കി പിടിച്ചു കൊടുക്കും, അവരങ്ങ് പോകും. പിന്നെ ഇതൊക്കെ കുറേ ഇടിയും വഴക്കും പിന്നെ എന്താണ് ഊക്കലൊക്കെയാണ് അവിടെ മെയിൻ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ മാച്ചിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്ലേയേഴ്സ്, let's talk about today's match. ഇവിടെ കിട്ടെ സൂപ്പർ, നല്ല പ്രകടനമായിരുന്നു. സൂപ്പർ ആയിരുന്നു. ഇറ്റ്സ് ബീൻ ഗുഡ്. അത് എവിടെന്നോ കിട്ടിയ സാധനം. ആർക്കും കളിക്കാൻ അറിയില്ലെങ്കിലും നമ്മൾ ട്രൈ ചെയ്തു. ഇന്ന് നമ്മൾ നല്ലോണം കളിച്ചു. നാളെ നമ്മൾ ഇത്തിരി ബെറ്റർ ആയിട്ട് കളിക്കും.